കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിലെ സെക്രട്ടറിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് സെക്രട്ടറി എല്ലാ സെക്രട്ടറിമാർക്കും അയച്ച വിശദമായ കത്തിൽ 23 പ്രധാന പ്രവർത്തന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കായികം, നൈപുണ്യ വികസനം, കൃഷി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫാർമസ്യൂട്ടിക്കൽ മേഖല, സർക്കാർ സംഭരണം, വിദേശ തൊഴിൽ, ഭരണപരിഷ്കരണം തുടങ്ങിയ വിവിധ മേഖലകളെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. വികസിത ഭാരത് 2047 സർക്കാർ പദ്ധതിയായി മാത്രം തുടരരുതെന്നാണ് പ്രധാന നിർദ്ദേശം. സാധാരണ ജനങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന ദേശീയ ലക്ഷ്യമായി ഇത് മാറണം. സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപപ്പെട്ട ജനകീയ മുന്നേറ്റത്തിന് സമാനമായ രീതിയിൽ ഒരു മാസ് മൂവ്മെന്റ് സൃഷ്ടിക്കാനും സർവകലാശാലകളിലും കോളേജുകളിലും വിവിധ പരിപാടികളിലൂടെ യുവജന മുന്നേറ്റം ശക്തിപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനും മൈ ഭാരത് ക്യാമ്പയിനും പോർട്ടലും പ്രയോജനപ്പെടുത്താനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താൻ പ്രചോദനാത്മക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികളും പരിഗണിക്കും. 2036 ഒളിമ്പിക്സിനുള്ള ഒരുക്കം സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 2036 ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന കുട്ടികൾ 5 മുതൽ 10 വയസ്സ് വരെയുള്ളവരായിരിക്കണം. സ്കൂൾ തലത്തിൽ തന്നെ കായിക പ്രതിഭകളെ കണ്ടെത്താൻ നടപടി വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകണം. വിവിധ തലങ്ങളിലെ മത്സരങ്ങളിലൂടെ അവരുടെ കഴിവുകൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. കായിക വികസനം കായിക മന്ത്രാലയത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാകരുതെന്നും എല്ലാ മന്ത്രാലയങ്ങളും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കായിക ടൂറിസം മേഖലകൾ സംയോജിപ്പിച്ച് സ്പോർട്സ് ടൂറിസം വികസിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാ വകുപ്പുകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയും കായിക മേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിലും പ്രോത്സാഹനത്തിലും പങ്കാളികളാകണം. ജോലിസ്ഥലങ്ങളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് കായിക സംസ്കാരവും ടീം സ്പിരിറ്റും വളർത്തണമെന്നും നിർദ്ദേശമുണ്ട്. വൊക്കേഷണൽ സ്കില്ലുകൾ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാർ പദ്ധതിയിടുന്നു. ITI കോഴ്സുകൾ പുനഃപരിശോധിച്ച് തൊഴിൽ ലഭ്യതയും നൈപുണ്യ വികസനവും മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ITI ഡിപ്ലോമ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ബിരുദം നേടാനുള്ള അവസരം ഒരുക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കും. ആഗോളതലത്തിൽ ഏത് മേഖലകളിലാണ് നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ ആവശ്യമുള്ളതെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ഇന്ത്യയിലെ പരിശീലന പരിപാടികൾ രൂപപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രദേശങ്ങളുടെ കാലാവസ്ഥയ്ക്കും കൃഷിരീതികൾക്കും അനുയോജ്യമായ രീതിയിലാണ് കാർഷിക സർവകലാശാലകളിലെ പാഠ്യപദ്ധതികളെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ട്. എല്ലാ പ്രദേശങ്ങൾക്കും ഒരേ സിലബസ് പിന്തുടരുന്നതിന് പകരം പ്രാദേശിക അഗ്രോ ക്ലൈമാറ്റിക് സാഹചര്യങ്ങൾ പരിഗണിക്കണം. വിളവൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജലസേചന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതും പരിശോധിക്കും. എന്നാൽ ജലം അമിതമായി ആവശ്യമായ വിളകളുടെ കൃഷി ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ് നിർദ്ദേശം. ഡാറ്റ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി രാജ്യത്ത് വികസിപ്പിച്ച ഡിജിറ്റൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രാലയങ്ങളോടും വകുപ്പുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളുടെയും മുതിർന്ന പൗരന്മാരുടെയും സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. ITIകളിൽ മുതിർന്ന പൗരന്മാരെ മെന്റർമാരായി നിയമിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് മാതൃകയിൽ ഓണറേറിയം നൽകുന്ന സംവിധാനം പരിഗണിക്കും. ടെൻഡർ രേഖകൾ തയ്യാറാക്കൽ, നിയമനിർമ്മാണം, തർക്കപരിഹാരം തുടങ്ങിയ പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമായ ജോലികൾക്കായി എല്ലായ്പ്പോഴും സ്വകാര്യ കൺസൾട്ടൻസി സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറ്റണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക സാഹചര്യങ്ങൾക്കനുസൃതമായി ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. വ്യവസായം സുഗമമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. വലിയതും സങ്കീർണവുമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന കൂടുതൽ നിർമ്മാണ കമ്പനികളെ രാജ്യത്ത് വളർത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഭാരമേറിയതും അത്യാധുനികവുമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നതിനുള്ള ശേഷിയും വികസിപ്പിക്കണം. 23 നിർദ്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായ സന്ദേശങ്ങളിലൊന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ളതാണ്. സെക്രട്ടറിമാർ സ്വന്തം വകുപ്പിന്റെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരായി മാറാതെ പൊതു താൽപര്യത്തിന്റെ നേതാക്കളായി പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. ശുചിത്വം, സ്വദേശി, നിയന്ത്രണങ്ങൾ ഒഴിവാക്കൽ, കുറ്റകരമല്ലാതാക്കൽ തുടങ്ങിയ പൊതുവായ വിഷയങ്ങളിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ശക്തമാക്കണം. വകുപ്പുകളുടെ അതിരുകൾക്കപ്പുറം സർക്കാരിന്റെ പൊതു താൽപര്യം മുൻനിർത്തി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.